വനം വകുപ്പിന്റെ ദൌത്യസംഘം പിടികൂടിയ കാട്ടാന PM2 ഇനി മുത്തങ്ങയിലെ ആനപ്പന്തിയിൽ. കുങ്കിയാനകളുടെ സഹായത്തോടെ ലോറിയിൽ കയറ്റിയ ആനയെ 12:30യോടെയാണ് മുത്തങ്ങ ആനപ്പന്തിയിൽ എത്തിച്ചത്. ആനയെ കൂട്ടിലേക്ക് മാറ്റി. സുൽത്താൻ ബത്തേരി നഗരത്തിൽ ഭീതി പടർത്തിയ PM2വിനെ ഇന്ന് രാവിലെ 9 മണിയോടെയാണ് മുണ്ടക്കൊല്ലി വനമേഖലയിൽ വെച്ച് മയക്കുവെടി വെച്ചത്. വിവരങ്ങളുമായി രതീഷ് വാസുദേവൻ ചേരുന്നു. രതീഷ്, മയക്കുവെടി വെച്ച ശേഷം മുത്തങ്ങയിലെ ആനപ്പന്തിയിൽ കൊണ്ടുവന്ന PM2 മയക്കം വിട്ടുണർന്ന ശേഷം ആനയുടെ നില ഏത് രീതിയിൽ, അവിടെ നിന്നുള്ള വിവരങ്ങൾ എങ്ങനെയാണ്? ഏറ്റവും പുതിയ വിവരങ്ങളിലേക്ക്. അപർണ, മുത്തങ്ങ ആനപ്പന്തിയിൽ വനത്തിൽ നമ്മൾ രാവിലെ 9 മണിയോടെയാണ് മയക്കുവെടി ഏറ്റ് PM2 നിയന്ത്രണ വിധേയമായത്. തുടർന്നാണ് അവിടെ നിന്ന് മുത്തങ്ങ ആനപ്പന്തിയിലേക്ക് കൊണ്ടുവരുന്നു. ആനപ്പന്തിയിൽ പ്രത്യേകം തയ്യാറാക്കിയ കൂടുണ്ടായിരുന്നു. പാലക്കാട്ടിലെ P27 വേണ്ടി തയ്യാറാക്കിയ കൂടായിരുന്നു അത്. പാലക്കാട് മറ്റൊരു കൂട് തയ്യാറാക്കുന്നത് കൊണ്ട് തന്നെ PM2വിന് വേണ്ടി ആ കൂട് ഒരുക്കുകയായിരുന്നു. തുടർന്ന് കൂട്ടിലേക്ക് മാറ്റി. സ്വാഭാവികമായിട്ടും ഈ മയക്കം വിട്ടുടരുന്നതിന് മറ്റൊരു മറുമരുന്ന് നൽകേണ്ടതുണ്ട്. ആ മരുന്ന് നൽകിയതിനു ശേഷമാണ് ഈ കൂട്ടിലേക്ക് മാറ്റുക. ഇതിനിടയിൽ ഈ മരുന്ന് ഇഞ്ചക്ട് ചെയ്ത് ശേഷം അവിടെ നിന്ന് മാറുന്നതിനിടയിൽ ചീഫ് വെറ്റിനറി ഡോക്ടർ ആയിട്ടുള്ള ഡോക്ടർ അരുൺ സക്രിയയ്ക്ക് ആനയുടെ ചെറിയ ആക്രമണത്തിൽ ചെറിയ തോതിൽ പരിക്കേറ്റു. കാരണം അദ്ദേഹത്തിന്റെ ഇടത് കാൽ ആന ചുറ്റിപ്പിടിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. തുടർന്ന് പുറത്തു വന്ന അദ്ദേഹത്തിന്റെ കാലിന് ചെറിയ ചതവുണ്ട്. മറ്റ് വലിയ ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങളില്ല. ഈ അനിഷ്ട സംഭവം ഒഴിച്ചാൽ വളരെ സുഗമമായി തന്നെ കുങ്കിയാനകളുടെ സഹായം ഇല്ലാതെ തന്നെ കാട്ടാനയെ പുതിയ കൂട്ടിലേക്ക് ആക്കി എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രധാനപ്പെട്ട കാര്യം. കാരണം അല്ലെങ്കിൽ കുങ്കിയാനകളുടെ സഹായമില്ലാതെ ഇങ്ങനെ ആദ്യമായാണ് ഒരുപക്ഷെ കൂട്ടിലേക്ക് മാറ്റുന്നത്. എന്തായാലും ആ വനംവകുപ്പിന്റെയും അവിടുത്തെ ക്യാമ്പിലെ തൊഴിലാളികളും ഒക്കെ തന്നെ ആത്മവിശ്വാസവും ആത്മധൈര്യവും തന്നെയാണ് അതിന് പിന്നിൽ പ്രവർത്തിച്ചത്. എന്തായാലും PM2 എന്ന പന്തളൂർ മഗ്നു ആളുകൾ ഭീതി വിതച്ച, ബത്തേരി നഗരത്തിലിറങ്ങി ആളുകളെ ആക്രമിച്ച ഈ മോഴയാന ഇനി മുത്തങ്ങ ആന ക്യാമ്പിന് സ്വന്തമാണ്. ആനക്യാമ്പിൽ ഈ ആനയെ സാധാരണ വനംവകുപ്പ് ആനയെ പുറത്ത് ഉൾവനത്തിൽ വിട്ടയക്കാറാണ് പതിവ് ഇങ്ങനെ മയക്കുവെടി വെച്ച ശേഷം. എന്നാൽ PM2വിനെ മുത്തങ്ങ ക്യാമ്പിന് സ്വന്തമാക്കാനാണ് തീരുമാനിച്ചിട്ടുള്ളത്. കുങ്കിയാനയാക്കി മികച്ച വനസേനാംഗമായി മാറ്റാനാണ് വനംവകുപ്പിന്റെ തീരുമാനം. അത്തരത്തിലുള്ള നടപടികളാണ് ഇനി ഉണ്ടാവുക. ഈ കൂട്ടിലായ PM2വിനെ ഇനി ഇവിടെയുള്ള ക്യാമ്പിലുള്ള പാപ്പാന്മാർ ഉൾപ്പെടെയുള്ളവർ ചട്ടങ്ങൾ പഠിപ്പിക്കുകയും മികച്ച കുങ്കിയാനയായി മാസങ്ങൾക്കുള്ളിൽ മെരുക്കിയെടുക്കുമെന്നാണ് വനംവകുപ്പ് അറിയിച്ചിട്ടുള്ളത്. എന്തായാലും വലിയ ആശ്വാസമാണ് ഈ മേഖലയിലൊക്കെ ഉണ്ടായിരുന്നത്. കാരണം PM2വിന്റെ ഒരു ചരിത്രം അത് വലിയ തരത്തിൽ ആക്രമണകാരിയാണ്. 2 ആളുകളെ കൊന്നിട്ടുണ്ട്, നിരവധി വീടുകൾ തകർത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ PM2 ഒരു പേടി സ്വപ്നമായിരുന്നു 2 ദിവസം. എന്തായാലും മയക്കുവെടി വയ്ക്കാൻ ഉത്തരവിടാൻ അല്പം വൈകി എന്നത് വലിയ വിവാദമായെങ്കിലും വനംവകുപ്പിലെ ഈ ദൗത്യസേന 140 പേരടങ്ങുന്ന വലിയ ദൗത്യസേന 2 ദിവസം കൊണ്ട് PM2വിനെ പിടികൂടിയിരിക്കുന്നു. ഇപ്പോൾ മുത്തങ്ങയിലെ ആന ക്യാമ്പിൽ കൂട്ടിലാക്കി. രതീഷ് വാസുദേവനാണ് വയനാട്ടിൽ നിന്ന് PM2വിനെ പിടികൂടിയ ദൌത്യസംഘത്തെ അഭിനന്ദിച്ച് വനം വകുപ്പ് മന്ത്രി AK ശശീന്ദ്രൻ. ദൌത്യസംഘവുമായി സഹകരിച്ച നാട്ടുകാർക്കും വനമന്ത്രി നന്ദി അറിയിച്ചു. PM2വിനെ വെടിവെക്കാൻ ഉത്തരവിടുന്നതിന് ചെറിയ കാലതാമസമുണ്ടായി. പാലക്കാട് ധോണിയിലെ കാട്ടാന ഭീതിക്ക് ഉടൻ പരിഹാരമുണ്ടാകുമെന്ന് മന്ത്രി ന്യൂസ് 18നോട് പറഞ്ഞു. 6-ാം തീയതി മുതൽ 7-ാം തീയതി ആകുമ്പോഴേക്കും കാരണം മറ്റ് നടപടികളൊന്നും ഫലപ്രദമാകുന്നില്ല എന്ന് കാണുമ്പോൾ ആണ് നമുക്ക് അന്തിമമായുള്ളൊരു തീരുമാനമാണ് വെടിവെക്കാനുള്ള ഉത്തരവ് നൽകുക എന്നുള്ളത്. അതുകൊണ്ട് വളരെ താമസിച്ചു എന്ന് പറയുന്നില്ല, എന്നാലും കുറച്ചും കൂടി ജാഗ്രത കാണിക്കാമായിരുന്നു. മുഴുവൻ വളണ്ടിയർമാരെയും അവരെ സഹായിച്ച നാട്ടുകാരെയും അതിന് നേതൃത്വം നൽകിയ മുതിർന്ന ഉദ്യോഗസ്ഥന്മാരെയും ജില്ലാ ഭരണകൂടത്തെയും ജനങ്ങൾക്ക് വേണ്ടി അഭിവാദ്യം ചെയ്യാൻ ഈ സന്ദർഭം ഞാൻ ഉപയോഗപ്പെടുത്തുകയാണ്.
പാലക്കാട് ധോണിയിൽ ഇറങ്ങിയ PT-7 എന്ന കാട്ടാനയെ മയക്കുവെടി വെച്ച് പിടികൂടാനുള്ള നടപടികൾ ഉടൻ ആരംഭിക്കും. വയനാട് PM2 കാട്ടാനയെ മയക്കുവെടി വെക്കാൻ പോയ ദൌത്യസംഘം അടുത്ത ദിവസം മടങ്ങി എത്തുന്നതോടെയാകും നടപടികൾ ആരംഭിക്കുക. വയനാട് PM2 കാട്ടാനയെ പിടികൂടാനുള്ള ദൌത്യം വിജയിച്ചു. ഇനി ധോണിയിലെ PT-7 എന്ന കാട്ടാനയെ മയക്കുവെടി വെച്ച് പിടികൂടുകയാണ് അടുത്ത ലക്ഷ്യം. ഇതിനായി വയനാട്ടിലുള്ള ഡോക്ടർ അരുൺ സക്കറിയുടെ നേതൃത്വത്തിലുള്ള ദൌത്യസംഘം അടുത്ത ദിവസം പാലക്കാടെത്തും. PT-7 തളയ്ക്കാനുള്ള കൂടിന്റെ നിർമ്മാണം അവസാന ഘട്ടത്തിലാണ്. പ്രദേശത്ത് കുങ്കിയാനയും നിരീക്ഷണം നടത്തുന്നുണ്ട്. ഇന്നിപ്പോൾ PM2 പിടിച്ചതുകൊണ്ട് 2 ദിവസത്തിനകം അവർ തിരികെ എത്തുകയും നമുക്കൊരു 3-4 ദിവസത്തിനകം തന്നെ കൂടിൻ്റെ പണി പൂർത്തിയാക്കിയാൽ ഉടനെ തന്നെ ഡോക്ടറുടെ സഹായത്തോട് കൂടിയിട്ടും സഹകരണത്തോട് കൂടിയിട്ടും നമുക്ക് PT-7 മരിക്കാൻ കഴിയുമെന്നുള്ളൊരു വിശ്വാസത്തിലാണ് വനവകുപ്പ്. ധോണി ജനവാസ മേഖല കൂടുതലുള്ള പ്രദേശമായതിനാൽ ആനയെ പിടികൂടുന്നത് ഏറെ ദുഷ്കരമായ ദൌത്യമാണെന്ന് രഞ്ജിത്ത് പറഞ്ഞു. ഒരാഴ്ചയ്ക്കകം PT-7 പിടികൂടാൻ കഴിയുമെന്നാണ് പ്രതീക്ഷയെന്നും അദ്ദേഹം വ്യക്തമാക്കി. ന്യൂസ് 18 പാലക്കാട്. പാലക്കാട് മലമ്പുഴയിൽ കാട്ടാനക്കൂട്ടം ഇറങ്ങി. ഇന്നലെ വൈകുന്നേരമാണ് മലമ്പുഴ ഡാമിന്റെ സമീപ പ്രദേശങ്ങളായ കവയിലും ചേമ്പനയിലും കാട്ടാനക്കൂട്ടം നിലയുറപ്പിച്ചത്. ഏറെ പരിശ്രമത്തിനൊടുവിലാണ് കാട്ടാനക്കൂട്ടത്തെ കാട് കയറ്റിയത്. തമിഴ്നാട് കൂനൂരിൽ കാട്ടാനക്കൂട്ടം തമ്പടിച്ചതിന്റെ ദൃശ്യങ്ങളും പുറത്തുവന്നു. നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതിയായ ഇൻസ്പെക്ടർ PR സുനുവിനെ സർവീസിൽ നിന്ന് പിരിച്ചുവിട്ടു. VV വിനോദ് വിവരങ്ങളുമായി ചേർന്നു. വിനോദ്, കേസുകൾ തന്നെ തേച്ചു മാച്ചു കളയാനുള്ള നടപടികളും നീക്കങ്ങളും ഒക്കെ ഒരു വശത്തു നിന്ന് ഉണ്ടാവുകയും ചെയ്തിരുന്നതാണ്. അതിനിടയിൽ പക്ഷേ കൃത്യമായ രീതിയിൽ നടപടി ഉണ്ടാവുകയും പിരിച്ചുവിടുകയും ചെയ്തിരിക്കുന്നു. DGPയുടെ ഉത്തരവിന്റെ വിശദാംശങ്ങൾ എന്താണ്? അപർണ, പോലീസ് ആക്ടിലെ ചട്ടം 86 പ്രകാരമാണ് സുനുവിനെ സർവീസിൽ നിന്ന് എന്നേക്കുമായി പിരിച്ചുവിട്ടത്. നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതിയാണ് സുനു. ഏറ്റവും ഒടുവിൽ കൂട്ടബലാത്സംഗം നടത്തിയ കേസിൽ 4ാം പ്രതി സ്ഥാനത്തുണ്ടായിരുന്നു. ഈ കേസിൽ അന്വേഷണം നടത്തുകയും സുനുവിന് പിന്നീട് അന്വേഷണ സംഘം ക്ലീൻ ചിറ്റ് നൽകുകയും ചെയ്തിരുന്നു. അപ്പോൾ തന്നെ ഈ പരാതിക്കാരിയെ സ്വാധീനിച്ച് ഇത്തരത്തിലൊരു റിപ്പോർട്ടിലേക്ക് പോയതാണെന്ന ആരോപണം ഉയർന്നിരുന്നു. അതിനു മുൻപ് തന്നെ കൊട്ടേഷൻ മാഫിയ സംഘങ്ങളുമായുള്ള സുനുവിന്റെ ബന്ധം വിവാദമായിരുന്നു. പലതിലും കേസെടുക്കുകയും അതിലൊക്കെയും സുനു പ്രതിയാവുകയും അന്വേഷണങ്ങൾ നടക്കുകയും ചെയ്തു. ഏറ്റവും ഒടുവിൽ വിശദീകരണം നൽകുന്നതിന് പോലീസ് ആസ്ഥാനം DGPക്ക് മുന്നിലെത്തി വിശദീകരണം നൽകണമെന്ന് സുനുവിനോട് ആവശ്യപ്പെട്ടെങ്കിലും ചികിത്സയിൽ എന്ന മറുപടിയാണ് നൽകിയത്. തുടർന്ന് ഓൺലൈനിലൂടെ സുനുവിൽ നിന്ന് കാര്യങ്ങൾ തേടേണ്ട സാഹചര്യമുണ്ടായി. മറുപടി തൃപ്തികരമല്ലാത്തതിനാലാണ് സുനുവിനെ സർവീസിൽ നിന്ന് പിരിച്ചുവിട്ടത്. അപർണ, VV വിനോദാണ് വിവരങ്ങൾ നൽകിയത്. KSRTCക്ക് ആശ്വാസം. KSRTC ബസ്സുകളിൽ പരസ്യം നിരോധിച്ച ഹൈക്കോടതി ഉത്തരവ് സുപ്രീംകോടതി സ്റ്റേ ചെയ്തു. KSRTC നൽകിയ സ്കീം സംബന്ധിച്ച് കോടതി സർക്കാരിന്റെ നിലപാടും തേടി. കാസർകോട് ബേനൂരിലെ അഞ്ജുശ്രീയുടെ മരണം ആത്മഹത്യയെന്ന് പ്രാഥമിക നിഗമനം. മൊബൈൽ ഫോൺ വിവരങ്ങളും ആത്മഹത്യാക്കുറിപ്പും പോലീസ് കണ്ടെടുത്തു. അതേസമയം മരണത്തിലെ ദുരൂഹത അകറ്റണമെന്നാവശ്യപ്പെട്ട് കുടുംബം രംഗത്ത് വന്നു. കാസർകോട്ടെ ഹോട്ടലിൽ നിന്നും ഭക്ഷണം കഴിച്ചതിനെ തുടർന്നുണ്ടായ ആരോഗ്യ പ്രശ്നങ്ങളാണ് അഞ്ജുശ്രീയുടെ മരണത്തിന് കാരണമെന്ന് ചൂണ്ടിക്കാട്ടി ബന്ധുക്കൾ പോലീസിൽ പരാതി നൽകിയിരുന്നു. അസ്വാഭാവിക മരണത്തിന് കേസെടുത്ത് നടത്തിയ അന്വേഷണത്തിലാണ് മരണം ആത്മഹത്യയാണെന്ന് തിരിച്ചറിഞ്ഞത്. വീട്ടിൽ നടത്തിയ പരിശോധനയിൽ അഞ്ജുശ്രീയുടെ മൊബൈൽ ഫോണും ആത്മഹത്യാക്കുറിപ്പും പോലീസ് കണ്ടെത്തി. ആത്മഹത്യാക്കുറിപ്പിൽ മാനസിക സമ്മർദ്ദം മൂലം മരിക്കുന്നു എന്നാണ് കുറിച്ചിരിക്കുന്നത്. ഇതിൽ നിന്നാണ് ആത്മഹത്യ എന്ന നിഗമനത്തിലേക്ക് പോലീസ് എത്തിയത്. പ്രാഥമിക പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ വിഷബാധയേറ്റാണ് മരണം സംഭവിച്ചതെന്ന് കണ്ടെത്തിയിരുന്നു. രാസപരിശോധനാ ഫലം ലഭിച്ചതിനു ശേഷം മാത്രമേ പോലീസിന്റെ ഭാഗത്തു നിന്നുള്ള ഔദ്യോഗിക സ്ഥിരീകരണമുണ്ടാകൂ. പെൺകുട്ടിയുടെ ബന്ധുക്കളും മരണത്തിലെ ദുരൂഹത നീക്കണമെന്നാവശ്യപ്പെട്ട് രംഗത്ത് വന്നിട്ടുണ്ട്. പോലീസ് ഇതും കൂടി പരിഗണിക്കേണ്ടതാണ്. 2-ാം തീയതി മുതൽ ഈ കുട്ടി ചികിത്സയിലുമായിരുന്നു. പിന്നീട് എന്ത് സംഭവിച്ചു എന്നുള്ള കാര്യങ്ങളൊക്കെ പരിശോധിക്കുന്ന പോലീസ് തന്നെയാണ്. പുറത്തുവന്ന വിവരങ്ങൾ ആരോഗ്യവകുപ്പിനും ഭക്ഷ്യസുരക്ഷാ വകുപ്പിനും ആശ്വാസം പകരുന്നതാണ്. KV ബൈജു, ന്യൂസ് 18 കാസർഗോഡ്.
കോട്ടയത്ത് അൽഫാം കഴിച്ച് യുവതി മരിച്ചത് ഭക്ഷ്യവിഷബാധ മൂലമെന്ന് സ്ഥിരീകരിച്ച ഫോറൻസിക് റിപ്പോർട്ട്. ഭക്ഷ്യവിഷബാധയാണ് അണുബാധയ്ക്ക് കാരണമായതെന്ന ലാബ് പരിശോധനാ ഫലം പോലീസിന് ലഭിച്ചു. ഇന്നലെ അറസ്റ്റിലായ മുഹമ്മദ് സിറാജുദ്ദീനെ കൂടാതെ ഉടമകൾ ഉൾപ്പെടെ 3 പ്രതികൾ കൂടി കേസിലുണ്ടാകും. ഒടുവിൽ രശ്മി രാജിന്റെ മരണത്തിന് കാരണമെന്തെന്ന് അന്തിമമായി സ്ഥിരീകരിക്കുകയാണ്. അൽഫാം കഴിച്ചതിൽ നിന്നുണ്ടായ ഭക്ഷ്യവിഷബാധയാണ് അണുബാധയ്ക്ക് കാരണമായത്. ഇത് ആന്തരാവയവങ്ങളുടെ പ്രവർത്തനത്തെ ബാധിച്ചു. മരണത്തിലേക്ക് നയിച്ചതിന് ഇതാണ് കാരണമെന്ന് ലാബ് റിപ്പോർട്ട് പറയുന്നു. ശാസ്ത്രീയ പരിശോധനാ ഫലം കൂടി ലഭിച്ചതോടെ കൂടുതൽ ശക്തമായ അന്വേഷണത്തിനൊരുങ്ങുകയാണ് പോലീസ്. ഹോട്ടലിലെ ചീഫ് കുക്കായ മുഹമ്മദ് സിറാജുദ്ദീനെ ഇന്നലെ കാടാമ്പുഴയിൽ നിന്ന് പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. ഇതുകൂടാതെ ഹോട്ടൽ ഉടമയായ കാസർഗോഡ് സ്വദേശി ലത്തീഫ്, മലപ്പുറം സ്വദേശികളായ നൌഷാദ്, റൈസ് എന്നിവരെ കൂടി ഉടൻ അറസ്റ്റ് ചെയ്യുമെന്ന് പോലീസ് വ്യക്തമാക്കി. ന്യൂസ് 18 കോട്ടയം. പാലക്കാട് നഗരസഭാ പരിധിയിൽ നടത്തിയ റെയ്ഡിൽ വിവിധ ഹോട്ടലുകളിൽ നിന്ന് പഴകിയ ഭക്ഷ്യവസ്തുക്കൾ പിടിച്ചെടുത്തു. സുൽത്താൻ ഓഫ് ഫ്ലവേഴ്സ്, ഹോട്ടൽ ഗ്രാൻഡ്, ATS ഗ്രാൻഡ് കേര, ചോയ്സ് കാറ്ററിംഗ് എന്നിവിടങ്ങളിൽ നിന്നാണ് ഭക്ഷ്യവസ്തുക്കൾ പിടിച്ചെടുത്തത്. വാർത്തകൾ അവസാനിക്കുന്നില്ല. തടസ്സമില്ലാത്ത വാർത്തകൾ കാണാം ന്യൂസ് 18 യൂട്യൂബ് ചാനൽ. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ UDF ആരെയും മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി ഉയർത്തിക്കാട്ടിയിട്ടില്ലെന്ന് രമേശ് ചെന്നിത്തല. NSS ജനറൽ സെക്രട്ടറി G. സുകുമാരൻ നായർ ഉയർത്തിയ വിമർശനത്തിനാണ് ചെന്നിത്തലയുടെ മറുപടി. തന്നെ പ്രോജക്ട് ചെയ്തത് കൊണ്ടാണ് UDF പരാജയപ്പെട്ടത് എന്ന ആരോപണത്തിന് അടിസ്ഥാനമില്ല. തന്റെ മതേതര നിലപാടിൽ ഒരിക്കലും വെള്ളം ചേർക്കില്ലെന്നും ചെന്നിത്തല പ്രതികരിച്ചു. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ എന്നും ഒരു മതേതരവാദിയാണ്, മതേതര നിലപാടുള്ള ആളാണ്. എൻ്റെ വ്യക്തി ജീവിതത്തിലും എൻ്റെ രാഷ്ട്രീയ ജീവിതത്തിലും ഞാൻ ആ നിലപാടിൽ ഉറച്ചു നിന്നിട്ടുള്ളൂ. നാളെയും അത്രയേ ഉള്ളൂ. അതിനകത്തൊന്നും ഒരു വ്യത്യാസവുമില്ല. ആ മതേതര നിലപാടിലൊന്നും ഒരിക്കലും ഞാൻ വെള്ളം ചേർക്കുകയില്ല. NSSന്റെ പ്രതികരണത്തോട് അസഹിഷ്ണുത ഇല്ല എന്ന് VD സതീശൻ. സർക്കാരിനെ വിമർശിക്കുന്നത് പോലെ പ്രതിപക്ഷത്തെയും വിമർശിക്കാമെന്നും സതീശൻ പറഞ്ഞു. നമ്മളൊക്കെ നേതൃത്വ തലത്തിലിരിക്കുന്ന ആളുകളാണ്. ഞാൻ എപ്പോഴും പറയാറുണ്ട്, ഗവൺമെന്റിനെ വിമർശിക്കുന്നത് പോലെ തന്നെ പ്രതിപക്ഷവും വിമർശിക്കപ്പെടും. തലനാരിഴകീറി ഗവൺമെന്റിന്റെ പ്രവർത്തനങ്ങളെ ഞങ്ങൾ വിലയിരുത്തുന്ന പോലെ പ്രതിപക്ഷത്തിന്റെ പ്രവർത്തനങ്ങളെയും ആളുകൾ വിലയിരുത്തും. അത് പല രീതിയിൽ ആളുകൾ വിമർശിക്കും. ആ വിമർശനത്തിനോടൊന്നും ഞങ്ങൾക്ക് ആർക്കും ഒരു അസഹിഷ്ണുതയില്ല. ഞങ്ങളെക്കുറിച്ച് ആർക്ക് വേണമെങ്കിലും ഏത് രീതിയിലും പറയാം. അത് ഗൗരവതരമായ കാര്യമാണ് മുന്നോട്ട് വയ്ക്കുന്നതെങ്കിൽ ഞങ്ങളത് പരിശോധിച്ച് ഞങ്ങളുടെ ഭാഗത്ത് തെറ്റുണ്ടെങ്കിൽ നമ്മൾ തിരുത്താൻ നോക്കും. കോട്ടയത്ത് ഇടത് മുന്നണിയിൽ പൊട്ടിത്തെറി. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ കേരള കോൺഗ്രസ് മുന്നണി മര്യാദ പാലിക്കുന്നില്ലെന്ന് തുറന്നടിച്ച് CPI ജില്ലാ സെക്രട്ടറി രംഗത്ത് വന്നു. അതേസമയം പാറത്തോടക്കമുള്ള പഞ്ചായത്തുകളിൽ നാളെ രാജിവെക്കുമെന്ന് കേരള കോൺഗ്രസ് അറിയിച്ചു. ധാരണ പ്രകാരം ഡിസംബർ 30-നായിരുന്നു തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ സ്ഥാനങ്ങൾ പാർട്ടികൾ രാജിവെക്കേണ്ടിയിരുന്നത്. CPM-ഉം CPI-യും ധാരണകൾ പാലിച്ചു. പക്ഷേ കേരള കോൺഗ്രസ് ഇതിന് തയ്യാറായില്ല. പാറത്തോട് പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനവും കാഞ്ഞിരപ്പള്ളി ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സ്ഥാനവും രാജിവെക്കാത്ത കേരള കോൺഗ്രസ് നടപടിയാണ് CPI ചോദ്യം ചെയ്യുന്നത്. ഒരു കാരണവശാലും ഇത് അംഗീകരിക്കാനാകില്ലെന്ന് CPI പറയുന്നു. 5-ാം തീയതി യോഗത്തിൽ വന്ന് ഇന്ന് തന്നെ രാജിവെക്കുമെന്ന് അന്നും പറഞ്ഞു. പക്ഷേ കേരള കോൺഗ്രസിൻ്റെ പഞ്ചായത്ത് പ്രസിഡന്റും വൈസ് പ്രസിഡന്റും രാജിവെക്കാൻ തയ്യാറായില്ല എന്ന് മാത്രമല്ല, വീണ്ടും കൂടിയ യോഗത്തിൽ കേരള കോൺഗ്രസ് നേതാക്കന്മാർ നമ്മളോട് പറയുന്നത്, നിങ്ങളുടേതുപോലൊരു കേഡ് പാർട്ടിയാണോ ഞങ്ങളുടേത്, അതുകൊണ്ട് രാജിവെക്കുന്നതിന് ചില അസൗകര്യങ്ങളൊക്കെ അവർ പറയുന്നു എന്നാണ് പറയുന്നത്. അതേസമയം ഇരു സ്ഥാനങ്ങളും നാളെ രാജിവെക്കുമെന്നാണ് കേരള കോൺഗ്രസ് വ്യക്തമാക്കുന്നത്. കൂടുതൽ പ്രതികരണങ്ങൾക്കില്ല. നേരത്തെ ഡിസംബർ 30-നും ജനുവരി 2-നും ജനുവരി 5-നും രാജിവെക്കുമെന്ന് കേരള കോൺഗ്രസ് അറിയിച്ചിരുന്നതായി CPI ചൂണ്ടിക്കാട്ടുന്നു. ന്യൂസ് 18 കോട്ടയം. വന്യജീവി സങ്കേതങ്ങൾക്കും ദേശീയ സംരക്ഷിത ഉദ്യാനങ്ങൾക്കും ചുറ്റും 1 കിലോമീറ്റർ ബഫർ സോൺ നിർബന്ധമാക്കിയ ഉത്തരവിൽ ഇളവ് തേടി കേരളം സുപ്രീംകോടതി. 23 സംരക്ഷിത മേഖലകൾക്ക് ഇളവ് തേടിയാണ് കേരളം സുപ്രീംകോടതിയെ സമീപിച്ചത്. വിധി ജനങ്ങളിൽ അരക്ഷിതാവസ്ഥ ഉണ്ടാക്കിയെന്ന് അപേക്ഷയിൽ കേരളം വ്യക്തമാക്കുന്നു. സുപ്രീംകോടതി വിധി വരുന്നതിന് മുൻപ് തന്നെ നിരവധി ചെറുകിട ഇടത്തരം നഗരങ്ങൾ ബഫർ സോൺ മേഖലകളിൽ ഉണ്ടായിട്ടുണ്ട്. ഈ മേഖലകളിലുള്ളവരെ പുനരധിവസിപ്പിക്കുക പ്രായോഗികമല്ലെന്നും കേരളം വ്യക്തമാക്കിയിട്ടുണ്ട്. ബഫർ സോൺ സമരത്തിന് നേതൃത്വം നൽകിയ നേതാവിനെ പുറത്താക്കി കേരള കോൺഗ്രസ്. പമ്പാവാലി സമരത്തിന് നേതൃത്വം നൽകിയ കേരള കോൺഗ്രസ് മണ്ഡല കമ്മിറ്റി അംഗം PJ സെബാസ്റ്റ്യനെയാണ് അച്ചടക്ക വിരുദ്ധ പ്രവർത്തനം ആരോപിച്ച് പുറത്താക്കിയത്. VD സതീശന്റെയും K. സുരേന്ദ്രന്റെയും പരിപാടികളിൽ വിഷയം അവതരിപ്പിച്ചത് PJ സെബാസ്റ്റ്യൻ ആയിരുന്നു. പമ്പാവാലി സമരത്തിന്റെ നായകൻ തന്നെ PJ സെബാസ്റ്റ്യനായിരുന്നു.
മുഴുവൻ രാഷ്ട്രീയ പാർട്ടികളുടെയും ജനകീയ സദസ്സുകൾക്ക് വിഷയം അവതരിപ്പിച്ചിരുന്നത് സെബാസ്റ്റ്യനായിരുന്നു. വി ഡി സതീശൻ കഴിഞ്ഞ ദിവസം പമ്പാവാലിയിലെത്തിയപ്പോഴും സെബാസ്റ്റ്യനായിരുന്നു പരിപാടി നിയന്ത്രിച്ച് കാര്യങ്ങൾ അവതരിപ്പിച്ചത്. ഇതിന് പിന്നാലെയാണ് കേരള കോൺഗ്രസ് പാർട്ടിയിൽ നിന്ന് പുറത്താക്കിക്കൊണ്ട് നടപടി സ്വീകരിക്കുന്നത്. എരുമേലി മണ്ഡലം കമ്മിറ്റിയാണ് സെബാസ്റ്റ്യനെ പുറത്താക്കിക്കൊണ്ട് പോസ്റ്റർ പതിപ്പിച്ചത്. ജനങ്ങൾക്കൊപ്പം നിന്നതിന് പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയതിൽ സങ്കടമില്ലെന്ന് പി ജെ സെബാസ്റ്റ്യൻ പറഞ്ഞു. പി ജെ സെബാസ്റ്റ്യൻ എന്ന ഞാൻ കേരള കോൺഗ്രസ് പാർട്ടിയുടെ വലിയ സമ്മേളന നേതാവൊന്നുമല്ല. പക്ഷേ അതിൽ പങ്കെടുത്തില്ല എന്നുള്ളത് നമ്മളെ അറിയിച്ചിട്ട് വന്ന പരിപാടി അല്ലാത്തതുകൊണ്ട് ഇവിടുത്തെ ആൾക്കാരും പങ്കെടുത്തില്ല. അതിന്റെ രോഷമൊക്കെ ആകാം. കർഷകന്റെ പാർട്ടി എന്ന് പറയുന്ന ആളുകൾ കർഷകർക്കൊപ്പം നിൽക്കണം എന്നാണ് നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളതും കെ എം മാണി സാർ ഉൾപ്പെടെ പഠിപ്പിച്ചിട്ടുള്ളതും അങ്ങനെ. പക്ഷെ ഇപ്പൊ കാണുന്ന നിലപാടതല്ല. ചില ആളുകൾക്ക് വേണ്ടി മാത്രം ചില നേതാക്കന്മാർ ഇങ്ങനെ പ്രവർത്തിക്കുന്നു എന്നുള്ളതാണ് വസ്തുത. അതുകൊണ്ട് കേരള കോൺഗ്രസ് പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയതിൽ എനിക്ക് സങ്കടമൊന്നുമില്ല. കാരണം ജനങ്ങൾക്കൊപ്പം നിന്നതിന്റെ പേരിൽ, കർഷകർക്കൊപ്പം നിന്നതിന്റെ പേരിൽ പാർട്ടിയിൽ നിന്ന് പുറത്തായാലും യാതൊരു വിഷമവുമില്ല. അതേസമയം സെബാസ്റ്റ്യൻ പാർട്ടി വിരുദ്ധ പ്രവർത്തനം നടത്തിയെന്നാണ് കേരള കോൺഗ്രസ് എം ആരോപണം. മുൻപ് തന്നെ നടപടിയെടുക്കാനിരുന്നതാണ്. ജോസ് കെ മാണിയുടെ നേതൃത്വത്തിൽ കേരള കോൺഗ്രസ് പ്രാദേശികമായി നടത്തിയ ബഫർ സോൺ യോഗത്തിൽ സെബാസ്റ്റ്യൻ പങ്കെടുത്തിരുന്നില്ല. ഇതാണ് നേതാക്കളെ വീണ്ടും ചൊടിപ്പിച്ചത്. ന്യൂസ് 18 കോട്ടയം. കാശില്ലാത്തവർ കളി കാണേണ്ടെന്ന കായിക മന്ത്രിയുടെ നിലപാടിനെ എതിർത്ത് പ്രതിപക്ഷം. വരേണ്യ സർക്കാരിന്റെ പ്രതികരണമാണ് മന്ത്രിയിൽ നിന്നുണ്ടായതെന്ന് വി ഡി സതീശൻ പറഞ്ഞു. പട്ടിണി കിടക്കുന്നവനും കാണേണ്ട കളിയാണ് ക്രിക്കറ്റെന്നും ടിക്കറ്റ് നിരക്ക് കുറയ്ക്കാൻ സർക്കാർ തയ്യാറാകണമെന്നും രമേശ് ചെന്നിത്തല ആവശ്യപ്പെട്ടു. അതിശൈത്യത്തിൽ വിറച്ച് ഉത്തരേന്ത്യ. ഡൽഹിയിൽ കുറഞ്ഞ താപനില 2 ഡിഗ്രിക്ക് താഴെയെത്തി. ഹരിയാനയിലെ ഹിസാറിൽ കുറഞ്ഞ താപനില 1.4 ഡിഗ്രി രേഖപ്പെടുത്തി. ഡൽഹി, പഞ്ചാബ്, ഹരിയാന, ഉത്തർപ്രദേശ് എന്നീ സംസ്ഥാനങ്ങളിൽ റെഡ് അലർട്ടാണ്. 88 തീവണ്ടികളാണ് റദ്ദാക്കിയത്. ഭൂമി ഇടിഞ്ഞു താഴുന്നതിനെപ്പറ്റി വിശദമായ പഠനത്തിന് വിദഗ്ധ സംഘം ഇന്ന് ജോഷിമഠിലെത്തും. ബോർഡർ മാനേജ്മെന്റ് സെക്രട്ടറിയുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് സ്ഥലം സന്ദർശിക്കുക. NDRFന്റെ ഒരു സംഘവും DRFന്റെ 4 സംഘങ്ങളും നിലവിൽ ജോഷിമഠിലുണ്ട്. ജോഷിമഠ് മുനിസിപ്പാലിറ്റിയിലെ 9 വാർഡുകൾ ജീവിക്കാൻ സുരക്ഷിതമല്ലാത്ത സ്ഥലമായി സംസ്ഥാന സർക്കാർ പ്രഖ്യാപിച്ചു. ഭൂമി ഇടിഞ്ഞു താഴുന്ന പ്രതിസന്ധിക്ക് പരിഹാരം കാണുന്നതിനുള്ള നടപടിക്ക് കേന്ദ്രം മുൻകൈയെടുക്കുമെന്ന് പ്രധാനമന്ത്രിയുടെ ഓഫീസ് വ്യക്തമാക്കിയിരുന്നു. ചങ്ങനാശ്ശേരി ഇടിമണ്ണിക്കൽ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ ഗ്രാൻഡ് വെഡിംഗ് ഫ്ലോർ സുപ്രസിദ്ധ സിനിമാ താരം ടൊവിനോ തോമസ് ഉദ്ഘാടനം ചെയ്തു. 5000 സ്ക്വയർ ഫീറ്റിലാണ് പുതിയ ഷോറൂം. ഉദ്ഘാടനത്തോടനുബന്ധിച്ച് 50 ദിവസം നീണ്ടു നിൽക്കുന്ന ഓഫറുകളും പ്രഖ്യാപിച്ചിട്ടുണ്ട്. സ്വർണ്ണാഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ 50% ഡിസ്കൗണ്ട്, ഡയമണ്ടിന് ക്യാരറ്റിന് 15000 കിഴിവ് എന്നീ വമ്പൻ ഓഫറുകളാണ് പ്രഖ്യാപിച്ചിട്ടുള്ളതെന്ന് മാനേജിംഗ് പാർട്ണർ സണ്ണി തോമസ് ഇടിമണ്ണിക്കൽ അറിയിച്ചു. ഉദ്ഘാടന ചടങ്ങിൽ ജോബ് മൈക്കിൾ MLA അധ്യക്ഷനായിരുന്നു. ന്യൂസ് 4 പൂർണ്ണമാകുന്നു. നമസ്കാരം.